ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ശ്രുതീസ് ഫുഡ് ലാബ്. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചന്ന മസാല ദോശയാണ്. റെസിപ്പിയിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ലേറ്റസ്റ്റ് വീഡിയോസിൻ്റെ എല്ലാം നോട്ടിഫിക്കേഷൻസ് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ ഒരു ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ചന്ന മസാല ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ വെള്ളക്കടല എടുത്തിട്ടുണ്ട്. 1.5 കപ്പ് വെള്ളക്കടല ഓവർനൈറ്റ് കുതിർത്തെടുത്തതിന് ശേഷം 3 വിസിൽ കേൾക്കുന്ന വരെ കുക്കറിലിട്ട് വേവിച്ചെടുത്തതാണ്. അതിൻ്റെ വെള്ളം ഒരു 2 കപ്പ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. ഇത് രണ്ടും നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ചന്ന മസാല ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ടൊരു പാൻ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കിയെടുക്കാം. എണ്ണ ചൂടായ ശേഷം ഇതിലേക്ക് 10 അല്ലി വെളുത്തുള്ളി അരിഞ്ഞതും 1 ടേബിൾ സ്പൂൺ ഇഞ്ചി അരിഞ്ഞതും ചേർത്ത് ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് 2 മീഡിയം സൈസിലെ സവാള അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഉള്ളിയുടെ കളർന്ന് മാറി വരുമ്പോഴേക്ക് ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം 2 തക്കാളി അരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. നമ്മളിത് മിക്സിയിൽ അരച്ചെടുക്കാനുള്ളതായത് കാരണമാണ് ഉള്ളിയൊന്നും ഒരുപാട് വഴറ്റിയെടുക്കാത്തത്. തക്കാളിയൊക്കെ നന്നായിട്ട് സോഫ്റ്റായി ഒന്ന് ഉടഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ ചൂടൊക്കെ നന്നായിട്ട് മാറിക്കഴിഞ്ഞിട്ട് നമുക്കിത് മിക്സിയിലിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം. ഇതിപ്പോൾ അരച്ചെടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് മാറ്റി വയ്ക്കാം. ഇനി വീണ്ടും അതേ പാനിൽ തന്നെ 1.5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് ചൂടാക്കി വെച്ചതിന് ശേഷം 5 ഗ്രാമ്പു, 2 ചെറിയ കഷ്ണം കറുവപ്പട്ട, 2 ബേ ലീവ്സ്, 1/2 ടീസ്പൂൺ കുരുമുളക്, ഇതെല്ലാം കൂടി ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ച് വെച്ച പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി ഇതിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 3/4 ടേബിൾ സ്പൂൺ കശ്മീരി മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല. ഇനി ഇത് പൊടികളുടെയൊക്കെ പച്ചമണം മാറുന്ന വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. പച്ചമണം മാറുമ്പോൾ നമ്മൾ നേരത്തെ എടുത്തു വെച്ച് വെള്ളക്കടല വേവിച്ച വെള്ളം 2 കപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. മീഡിയം ഫ്ലെയിമിലിട്ട് വെള്ളം നന്നായിട്ട് തിളച്ച ശേഷം ഇതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന വെള്ളക്കടല ചേർത്ത് കൊടുക്കാം. ഈ ഒരു സ്റ്റേജിൽ ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാം. അധികം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം നമ്മളിത് വറ്റിച്ചെടുക്കുന്നുണ്ട്. ഇതിനൊരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ട് കുറുക്കിയെടുക്കുക. കുറച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും ഇതിലേക്ക് 1 ടീസ്പൂൺ കസൂരി മേത്തി ചേർത്ത് കൊടുക്കാം. കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ നമ്മളുടെ ചന്ന മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരാനേ ഉള്ളൂ. ചപ്പാത്തിയുടെ ഒക്കെ കൂടെ കഴിക്കാനാണെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ മസാല ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടായതുകൊണ്ട് കുറച്ചുകൂടി കുറുക്കി എടുക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ചന്ന മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ദോശ ഇതെങ്ങനെ ഫില്ല് ചെയ്യുന്നത് നോക്കാം. ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ദോശക്കല്ല് ചൂടാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് 1.5 തവി ദോശമാവ് ചേർത്ത് ഒന്ന് പരത്തിയെടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് നെയ്യ് ഒറ്റിച്ച് കൊടുക്കാം. ഞാനിവിടെ നോൺ സ്റ്റിക്കിൻ്റെ പാൻ യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് എണ്ണ നേരത്തെ ബ്രഷ് ചെയ്യാനത്. ഇപ്പോൾ ദോശ ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ചന്ന മസാല വെച്ച് കൊടുക്കാം. ഇനി ഒരു ചട്ടുകം യൂസ് ചെയ്ത് ഒരു സൈഡ് ഒന്ന് മറിച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ചന്ന മസാല ദോശ റെഡി ആയിട്ടുണ്ട്. ഇതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അതിനുശേഷം ബാക്കിയിരിക്കുന്ന കൂടി നമുക്ക് ചുട്ടെടുക്കാം. ഞാൻ ഈ ദോശ ഒന്ന് മുറിച്ച് കാണിച്ചു തരാം. ഇതിപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. ചട്നിയുടെയോ സാമ്പാറിൻ്റെയോ ഒക്കെ കൂടെ നമുക്കിത് ആസ്വദിച്ച് കഴിക്കാവുന്നതാണ്. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീട്ടിലൊക്കെ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ പറയുക. അപ്പോൾ ഇനി വേറൊരു വീഡിയോ ആയിട്ട് പിന്നീട് കാണാം.